പക്ഷെ നമുക്ക് ഒരൊറ്റ ചിന്തയാണ് എന്നെ നയിച്ചത്. നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത് ക്വാളിറ്റിയിൽ ഉള്ള സാധനം കൊടുക്കും, അതിലൊരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. പിന്നെ ചെയ്യുന്ന അന്ന് 91 എല്ലാവരും ഗോൾഡ് ബിസിനസ്സിലേക്ക് പോകുന്നൊരു സമയമാണ്, എല്ലാവരും ഗോൾഡ് ട്രെൻഡ് തുടങ്ങുന്ന സമയം. ആ സമയത്താണ് ഞാൻ അപ്പം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് നല്ല സാധനങ്ങൾ എത്തിക്കുക, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുകയാണെങ്കിൽ അതിലൊരു സർവീസ് വേണോ എന്നുള്ളതൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. കുവൈറ്റിൽ ഈ സദ്ദാമിൻ്റെ യുദ്ധസമയത്ത് റെഫ്യൂജിയായിട്ട് വന്നതാണ് തിരിച്ച്. അപ്പം എൻ്റെ വാപ്പയും മക്കളുടെ സമയമാണ്, പ്രായമുണ്ട്. അപ്പോൾ തിരിച്ചു പോകാനുള്ള തുടക്കത്തിൻ്റെ സമയമാണ്. ആ സമയത്താണ് ഞാനിങ്ങനെ ഒരു ആയുർവേദ ഷോപ്പുണ്ട്. ഞാൻ ആയുർവേദം ഒന്നും അങ്ങനെ ഉപയോഗിക്കാത്ത ഒരാളാണ്. പിന്നെ എങ്ങനെയാണ് അത്? അപ്പോൾ ഒരു ആയുർവേദ ഷോപ്പ് കണ്ടപ്പോൾ അദ്ദേഹമായിട്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ ഇത് അയാൾ ഇവിടുന്ന് എടുത്തുകൊണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് ഉണ്ടാക്കിയാൽ എന്താണ് എന്നുള്ള ഒരു ഭ്രാന്തൻ ചിന്ത. എല്ലാം വാഷിംഗ് സോപ്പിൻ്റെ ആണ്. ബാത്തിങ് സോപ്പ് ഉള്ളത് ഇങ്ങോട്ട് പാലക്കാട്, തിരുവനന്തപുരം സൈഡിലാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു വാഷിംഗ് സോപ്പിൻ്റെ ഒരാൾ എനിക്ക് പറഞ്ഞു തന്നു, നമ്പർ തന്നു. വിളിച്ചു നോക്കുമ്പോൾ ഒരു 77 വയസ്സുള്ളൊരു പ്രായമുള്ളൊരു കുഞ്ഞാമക്കാണ്. അപ്പം അദ്ദേഹത്തെ ഞാൻ വെസ്റ്റിൽ പോയി കണ്ട്. അപ്പം അദ്ദേഹം കാച്ചി സോഡൊക്കെ നാവമ്പിൽ വെച്ചിട്ടൊക്കെ ടെസ്റ്റ് ചെയ്യും, അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. 12ാമത്തെ വയസ്സിൽ അയാൾ ഇത് തുടങ്ങിയ ആളാണ്. അപ്പം ഇയാൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഇതിന് ശ്രമം തുടങ്ങി. പക്ഷെ ഇയാൾക്ക് ഇത് അറിയില്ല, വാഷിംഗ് സോപ്പ് ഇയാൾക്ക് അറിയുള്ളൂ. അപ്പം ബാത്തിങ് സോപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നമ്മൾ അവിടെ ഇങ്ങനെ നടത്തി. ജാബിർക്ക അരണ്യ പ്രോഡക്ട്സ് ആയുർവേദിക്സ് അതൊരു വലിയ 33 വർഷത്തെ ഞങ്ങളുടെയൊക്കെ ഒരു അഭിമാനമായി നിൽക്കുന്ന ഒരു ആയുർവേദ പ്രോഡക്ട്സും പാരമ്പര്യമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാമായ ജാബിർക്ക തന്നെ ഈ ഒരു ചാനലിൽ എത്തിയിരിക്കുകയാണ്. സന്തോഷം, സ്വാഗതം. അപ്പോൾ നമുക്ക് എങ്ങനെയായിരുന്നു, നിങ്ങൾ കുവൈറ്റിൽ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യത്തിൽ. അവിടുന്ന് നേരെ ഈ ഒരു പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ വലിയ ബിസിനസ്, ഒരു പ്രത്യേകിച്ച് ആയുർവേദം വൻകിടക്കാർ കളിക്കുന്ന, ആരും ആലോചിക്കാൻ പറ്റാത്ത രീതിയിൽ ബ്രാൻഡ് ചെയ്ത് ഇങ്ങനെയൊക്കെ എത്തുക എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ഇത് തലക്ക് പിടിച്ച് നിങ്ങൾ നേരെ പോയ ആൾ കുവൈത്തിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടത് എന്താണ് അതിൻ്റെ? അത് ശരിക്കും നമ്മളെ ഒരു മോട്ടീവ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് നല്ല സാധനങ്ങൾ എത്തിക്കുക, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുകയാണെങ്കിൽ അതിലൊരു സർവീസ് വേണോ എന്നുള്ളതൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുവൈറ്റിൽ ഈ സദ്ദാമിൻ്റെ യുദ്ധസമയത്ത് റെഫ്യൂജിയായിട്ട് വന്നതാണ് തിരിച്ച്. അപ്പം എൻ്റെ വാപ്പയും മക്കളുടെ സമയമാണ്, പ്രായമുണ്ട്. അപ്പോൾ അവരെ കൂടെ നിൽക്കണം എന്നൊരാഗ്രഹം വല്ലാതെ ഉണ്ട്. അപ്പോൾ തിരിച്ചു പോകാനുള്ള തുടക്കത്തിൻ്റെ സമയമാണ്. ആ സമയത്താണ് ഞാനിങ്ങനെ ഒരു ആയുർവേദ ഷോപ്പുണ്ട്. ഞാൻ ആയുർവേദം ഒന്നും അങ്ങനെ ഉപയോഗിക്കാത്ത ഒരാളാണ്. പിന്നെ എങ്ങനെയാണ് അത്? അപ്പോൾ ഒരു ആയുർവേദ ഷോപ്പ് കണ്ടപ്പോൾ അദ്ദേഹമായിട്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ ഇത് അയാൾ ഇവിടുന്ന് എടുത്തുകൊണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് ഉണ്ടാക്കിയാൽ എന്താണ് എന്നുള്ള ഒരു ഭ്രാന്തൻ ചിന്ത, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്ത ഒരു ചിന്ത. അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു ആലോചനയിൽ നിന്ന് ഞാൻ അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വൈദ്യ കുടുംബത്തിൽപ്പെട്ട ഒരു വൈദ്യരെ കണ്ടെത്തി. പിന്നെ പുറത്തോട്ട് രാമേന്ദ്രൻ വൈദ്യർ, കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ ഏകദേശം ഫസ്റ്റ് ബാച്ചിലെ RMP ബിരുദമുള്ള വൈദ്യരും കൂടിയാണ്, ഡോക്ടർ ആണ്. പിന്നെ അദ്ദേഹത്തെ ഭയങ്കര കഴിവുള്ള ആളാണ്. അദ്ദേഹം ഇങ്ങനെ കൺസൾട്ടേഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരാളാണ്. ഇപ്പം ഉണ്ടോ? ഇപ്പം എല്ലാം മരണപ്പെട്ട് നമ്മളെ കൂടെ മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ വരെ നമ്മളെ കൂടെ. അപ്പം അദ്ദേഹം ഭയങ്കര സപ്പോർട്ട് ചെയ്തു. അതാണ് ടെക്നിക്കൽ സൈഡിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ്. ഡോക്ടർ രാമേന്ദ്രൻ വൈദ്യർ നമ്മളോട് ആ നിലക്കുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ആരും ബാക്കില്ലായിരുന്നു, ഞാനാണ് അയാൾക്ക് ശരിക്കും അയാളെ ആ സംഗതി എനിക്കാ തന്നത് കംപ്ലീറ്റ്. അപ്പോൾ അത് നമുക്ക് വല്ലാത്ത ആയുർവേദത്തിലൊരു ബേസ് ആയിരുന്നു. നമുക്ക് എന്തൊരു സാധനമാണെന്ന് പറഞ്ഞാലും വൈദ്യരോട് പറഞ്ഞാൽ മതി, അപ്പോൾ ശ്ലോകം ചൊല്ലിയിട്ട് അത് എഴുതി തരും. അയാൾ എഴുതി വെച്ച എല്ലാ ടെസ്റ്റുകളും ഒന്നും എൻ്റെ കയ്യിലുണ്ട്. അയാൾ ഹാൻഡ് റിട്ടൺ ആയി എഴുതി, നമ്മൾ വേറെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് യോഗങ്ങൾ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വളരെ ശാസ്ത്രീയമായിട്ടുള്ള, അദ്ദേഹം ഒരു കൊമേഴ്സ്യലായിട്ട് ചിന്തിക്കുന്ന ആളെ അല്ല. അതുകൊണ്ട് തന്നെ അതാണ് അതിൻ്റെ ഗുരുത്വം, അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അദ്ദേഹത്തിനോട് ഇപ്പോൾ ആയുർവേദത്തിൽ ഒരുപാട് കമ്പനികളുണ്ട്. ആയുർവേദത്തിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് തന്നെ വ്യത്യസ്ത ഇൻഗ്രീഡിയൻസ് ഉള്ള ടെസ്റ്റുകളുണ്ട്. ഇപ്പം വൈശിഷ്ട്യ രത്നാവലി,
ശാസ്ത്രയോഗം, അങ്ങനെ പല പല ടെസ്റ്റുകൾ, അഷ്ടാംഗഹൃദയം. അപ്പോൾ ഓരോന്നിലും ഈ ഒരേ സാധനം തന്നെയാണെങ്കിലും പിന്നെ വ്യത്യസ്ത ചേരുവകളുണ്ടാവും. ചെലവ് ചുരുക്കം വരുന്ന ചേരുവകളിലെ സാധനങ്ങളും ചിലതിലുണ്ട്. പക്ഷേ ഈ വൈദ്യർ നമ്മളോട് നിഷ്കർഷിക്കുന്ന ഏറ്റവും ടോപ്പിലുള്ള ചെലവ് കൂടിയതാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, കൊമേഴ്സ്യലല്ല അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത. അപ്പം അതുകൊണ്ട് തന്നെ ഞാനും ആ നിലക്ക് ആലോചിക്കുന്ന ഒരാളല്ലേ. അങ്ങനെ ഞങ്ങൾ അജമാംസ രസായനം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിക്കൊണ്ട് ആണ് തുടങ്ങുന്നത്. ഒരു ചെറിയ ഷെഡ്. ആടിന്റെ മാംസം ചേർക്കും. ആടിനെ തന്നെ അവിടെ കൊണ്ടുവന്നിട്ട് അറുത്തിട്ട് അപ്പം നമ്മളവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അതിന് പിന്നെ ഡ്രഗ് ലൈസൻസ്, മറ്റ് ലൈസൻസുകളെല്ലാം കേരളത്തിലെ ആവശ്യമുള്ള എല്ലാ ലൈസൻസുകളും, ഒരുപാട് ലൈസൻസുകൾ, എക്സൈസിൻ്റെ തന്നെ ഒരു 3-4 ലൈസൻസ് അന്ന് വേണ്ടിയിരുന്നു. പിന്നെ ഡ്രഗിൻ്റെ ലൈസൻസ്, പിന്നെ മറ്റ് സാധാരണ ബിസിനസ്സിന് വേണ്ടി ലൈസൻസുകളൊക്കെ. അപ്പോൾ ഇതൊക്കെ നേടിയെടുത്തിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് തുടങ്ങിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്, പ്രൊഡക്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു 3-4 ആളുകൾ നമ്മളെ വളരെ ക്ലോസ് ആയിട്ടുള്ള 3 സഹപ്രവർത്തകരാണ് ഇത് പിന്നിൽ പണിയെടുത്ത്. അപ്പോൾ അതോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയപ്പം തന്നെ പ്രതിസന്ധി വന്നു. ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഇതേടെ എത്തൂലല്ലോ. അപ്പം അതൊന്നും അന്ന് ആലോചിച്ചിട്ടില്ല. അപ്പം മുന്നോട്ട് പോയപ്പോൾ പ്രൊഡക്റ്റുകൾ കൂടി വരുന്നതോടുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായി. ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ആയുർവേദ ഫീൽഡിൽ പോകുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് പോയിട്ട് കാര്യമല്ല. നമ്മൾ ചിന്ത ആയുർവേദം പിന്നെ ഷോപ്പുകളാണല്ലോ അന്ന് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ പലപ്പോഴും പിന്നെ ഭയങ്കര പ്രതിസന്ധിയിലാണ് അവർ. പിന്നെ അവിടുന്ന് അജമാംസമൊക്കെ അവിടെ ഉണ്ടാക്കുന്ന അവിടുന്ന് തന്നെ വാങ്ങിപ്പോകും. അതിനൊരു ചെറിയൊരു മാർക്കറ്റാണല്ലോ നമ്മളെ ലോക്കലായിട്ട് സറൗണ്ടിങ്സിലുള്ള ഒരു മാർക്കറ്റ്. അപ്പോൾ അത് വലുതാക്കണമെങ്കിൽ അതിന് പ്രൊഡക്റ്റുകൾ കൂടണം. പ്രൊഡക്റ്റ് കൂടുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. അങ്ങനെ ഞാൻ തിരിച്ച് രണ്ടാമത് കുവൈറ്റിലേക്ക് തന്നെ പോകേണ്ടി വന്നു. നിർത്തി വെച്ചില്ല, ഒരാളെ എൻ്റെ ഒരു ഫ്രണ്ടിനെ ആക്കിയിട്ട് പോയി. അപ്പോൾ അവർക്ക് ഞാനൊരു 10 മാസം കഴിഞ്ഞപ്പോൾ വന്നു. പിന്നെ ഒരു 10 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഉംറ ചെയ്ത്, അന്ന് 5 കൊല്ലത്തെ വിസ ഉണ്ട് കുവൈറ്റിൽ, എനിക്ക് അടിച്ചിട്ടുണ്ട്. ഒരു ഉംറയും ചെയ്ത് ഞാൻ തിരിച്ചുകൊണ്ട് പോകുന്ന നാട്ടിലേക്ക് വന്ന തീരുമാനം എടുത്ത് പോകുന്നതാണ്. ഒരു 6 മാസം കഴിഞ്ഞാൽ അവിടത്തേക്ക് എൻട്രി ഇല്ല. പിന്നെ 6 മാസം ഓട്ടോമാറ്റിക്കലി കഴിഞ്ഞു. അതുപോലെ പിന്നെ ഇവിടെ നിന്നു. അത് നമ്മൾ സ്വന്തമായിട്ട് ഒരു ബിൽഡിംഗ് എടുത്ത് ചെറുങ്ങനെ അത് ഡെവലപ്പ് ചെയ്തെടുത്തു. അതാണ് ഇപ്പോൾ 33 വർഷം കൊണ്ട് 200-ലധികം ആയുർവേദ പ്രൊഡക്റ്റുകൾ നമ്മൾ. അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. അരിഷ്ടങ്ങൾ, ആസവങ്ങൾ, കഷായങ്ങൾ, അങ്ങനെ ആ ലെവലുള്ള അതൊക്കെ തന്നെ ചെയ്യുന്നതും നമ്മൾ ട്രഡീഷണലായ മെത്തേഡിലാണ്. നമ്മൾ ട്രഡീഷണലി മോഡേൺ എന്നാണ് നമ്മളെ. അതെ, അത് നല്ലൊരു ക്യാപ്ഷനായി, ഞാൻ ശ്രദ്ധിച്ചു. അപ്പം അത് നമ്മൾ ഇട്ടതല്ല, അത് ഉണ്ടായതാണ്. നമ്മൾ ചെയ്യുന്നൊരു സംഗതിയിൽ ഒരു സംഗതി. കാരണം നിങ്ങൾക്ക് എത്ര മക്കളാണ്? എനിക്ക് 4 ആള്. അപ്പോൾ 200 ചില്ലാണ് മക്കള് നിങ്ങൾക്ക് ഉണ്ടായ ആ ഒരു പേറ്റുന്നോണ്ടല്ലോ. അങ്ങനെയാണ് നമ്മൾ ആയുർവേദത്തിൽ പോയത്. അപ്പോൾ ആയുർവേദത്തിൽ ഇതിങ്ങനെ പോകുന്നതനുസരിച്ചിട്ട് ആയുർവേദത്തിൻ്റെ മാർക്കറ്റിൻ്റെ പ്രശ്നങ്ങൾ, ആയുർവേദത്തിൽ പിന്നെ അതിൻ്റെ മാനുഫാക്ചറിങ് സൈഡിലൊക്കെ ഉണ്ടാവുന്ന ഒരുപാട് റോ മെറ്റീരിയലിൻ്റെ അഭാവങ്ങൾ, പിന്നെ നിയമപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ആയുർവേദ മാർക്കറ്റ് നല്ലോണം ബാധിച്ചിട്ടുണ്ട്. 1000-ലധികം ആയുർവേദ മാനുഫാക്ചേഴ്സ് ഉള്ളത് ഇപ്പം 600-ഓളം ആയുർവേദ. 1000-ലധികം ഇന്ത്യയിലാണ്? കേരളത്തിൽ 1000-ലധികം. ഇപ്പം 600-ഓളം ആയുർവേദ മാനുഫാക്ചേഴ്സേ ഉള്ളൂ. അത്രയും പിന്നെ അത്രയും പിന്നെ പൂട്ടിപ്പോയിട്ടും ഈ 600 ചില്ലാണ് ആളുകളുടെ മരുന്നുകൾ ഉണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഔട്ട് ഓഫ് കേരള നിന്നാണ് മരുന്നുകൾ വരുന്നത്, കൂടുതൽ വരുന്നത്. അവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ മാർക്കറ്റ് പ്രൊഡക്ഷനും നിയമങ്ങൾ കുറവാണ്. പിന്നെ പാക്കിംഗ് ഒക്കെ നന്നാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് മാർക്കറ്റ് ചെയ്യാനും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ക്രൈസിസ് ഉണ്ട്. അപ്പോൾ ഈ ക്രൈസിസിൻ്റെ ഇടയ്ക്ക് ഇത് ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആയുർവേദത്തിൽ മാത്രം നിന്നാൽ നമുക്ക് എല്ലാ കാലവും ഇത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ ഒരു എക്സ്പോർട്ട് ഏതെങ്കിലും നിലക്ക് കിട്ടണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആൾ സൗദിയിലേക്ക് ജോലി ആവശ്യം പോയിരുന്നു. അവൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ഓണർ മലയാളിയാണ്. അദ്ദേഹത്തിന് എനിക്ക് ഇവിടെ വന്നപ്പോൾ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം എനിക്കൊരു എക്സ്പോർട്ടിനുള്ളൊരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി. ആ ഓപ്പർച്യൂണിറ്റിയിൽ ആ സാധനം കേരളത്തിൽ നിന്ന് ആരും എക്സ്പോർട്ട് ചെയ്യാത്തൊരു സാധനമായിരുന്നു. അങ്ങനെ ഞങ്ങളത് എക്സ്പോർട്ട് ചെയ്തു. 3-4 സമയത്തായിട്ട് ചെയ്തപ്പോൾ ഒരു സമയത്ത് അത് ബ്ലോക്കായി. അവിടെ പോർട്ടൽ ബ്ലോക്കായപ്പോൾ അത് പിന്നെ അദ്ദേഹം തിരിച്ചിങ്ങോട്ട് അയക്കാൻ വേണ്ടി പറഞ്ഞു.
അപ്പോൾ അത് തിരിച്ചയക്കുന്ന സമയത്ത് തന്നെ ദുബായിലേക്ക് അത് അയക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ ദുബായിലത് അവിടുന്ന് സൗദിയിൽ നിന്ന് അങ്ങോട്ട് അയക്കാൻ പറ്റില്ല. ഞാൻ പുതിയൊരു കൺസൈൻമെൻറ്റ് അങ്ങോട്ട് അയച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പരിചയമില്ലാത്തൊരു ദുബായിലുള്ളൊരു ടീമാണ്. അവർ നമ്മളെ ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ ആയുർവേദമല്ലേ, ഒരു സോപ്പ് മാനുഫാക്ചറിങ്ങിന് സോപ്പിൻ്റെ സാധ്യതയെക്കുറിച്ച് പോലെ അന്വേഷിച്ചപ്പോൾ ഞാൻ പോകാത്തൊരു ഫീൽഡാണ്, അതിലൊരു ശ്രമം നടത്തി. അപ്പം ഞാൻ ഔട്ട്സോഴ്സ് ചെയ്യാമെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. എനിക്ക് ഉണ്ടാക്കാൻ കഴിയാത്തൊരു സാധനമാണ്, പക്ഷെ ഞാൻ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയവർക്ക് അയച്ചു കൊടുക്കാന്നുള്ളത് നമ്മൾ ശ്രമം നടത്തിയപ്പോൾ അത് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റിയില്ല. ആർക്കും ആ ക്വാളിറ്റിയിലൊരു സോപ്പ് ഉണ്ടാക്കി തരാൻ ഞാൻ പോയി അന്വേഷിച്ച സ്ഥലത്തൊന്നും കിട്ടിയില്ല. അപ്പം ഞങ്ങൾ അത് എന്ത് ചെയ്തു പറഞ്ഞാൽ ഞാൻ തന്നെ അന്വേഷിച്ച് പോയിട്ട് പിന്നെ ഒരു കോഴിക്കോട് കെമിക്കൽസ് വിൽക്കുന്നൊരു ഷോപ്പിൽ പോയി. അവിടുന്ന് ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കോഴിക്കോട് മലബാർ മേഖലയിൽ ബാത്തിങ് സോപ്പ് ചെയ്യുന്ന ആളുകളില്ല, എല്ലാം വാഷിംഗ് സോപ്പിൻ്റെ ആളുകൾ. ബാത്തിങ് സോപ്പ് ഉള്ളത് ഇങ്ങോട്ട് പാലക്കാട്, പിന്നെ അങ്ങോട്ട് പിന്നെ തിരുവനന്തപുരം സൈഡിലുള്ള. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു വാഷിംഗ് സോപ്പിൻ്റെ ഒരാൾ എനിക്ക് പറഞ്ഞു തന്നു, നമ്പർ തന്നു. വിളിച്ചു നോക്കുമ്പോൾ ഒരു 77 വയസ്സുള്ളൊരു പ്രായമുള്ളൊരു പിന്നെ കുഞ്ഞാമക്കാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ വെസ്റ്റിൽ പോയി കണ്ട്. അപ്പം അദ്ദേഹം കാച്ചി സോഡൊക്കെ നാവമ്പിൽ വെച്ചിട്ടൊക്കെ ടെസ്റ്റ് ചെയ്യും, അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. 12ാമത്തെ വയസ്സിൽ അയാൾ ഇത് തുടങ്ങിയ ആളാണ്. കേരള സോപ്സിന്റെ സ്വാധീനമാണോ അവിടെ വെസ്റ്റിൽ എന്ന് പറയുന്നത്? അല്ലല്ല, അദ്ദേഹം പിന്നെ വേറെ ഏതോ നിലക്കൊക്കെ ഈ ഫീൽഡിലുള്ള ആളാണ്. അപ്പോൾ ഇയാൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഇതിന് ശ്രമം തുടങ്ങി. പക്ഷേ ഇയാൾക്ക് ഇത് അറിയില്ല, വാഷിംഗ് സോപ്പ് ഇയാൾക്ക് അറിയുള്ളൂ. അപ്പം ബാത്തിങ് സോപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നമ്മൾ അവിടെ ഇങ്ങനെ നടത്തി. ഇപ്പം ഞങ്ങൾ അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത സമയത്ത് പിന്നെ അവർ പറഞ്ഞൊരു കളർ കിട്ടണം, ആ കളർ ഇടാൻ ഇയാൾക്ക് അറിയില്ല. അപ്പോൾ വൈഫിന് കളറിലൊരു ചെറിയൊരു കഴിവുണ്ട് കളർ മിക്സിങ്ങിൽ. അപ്പോൾ ഇത് ഇന്ന കളർ മിക്സ് ചെയ്ത് എന്ന കളർ വരും എന്നൊക്കെ പറഞ്ഞൊരു കളർ പറഞ്ഞപ്പോൾ അതിലെ കളർ നമുക്ക് കിട്ടി. പെർഫ്യൂം നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പെർഫ്യൂമിൻ്റെ ആളെ തന്നെ കണ്ടുപിടിച്ചിട്ട് അവരെനിക്ക് സാമ്പിൾ അയച്ചു തന്നു, കെൽക്കർന്ന്. അപ്പോൾ അവർ പിന്നെ പെർഫ്യൂം ഇട്ട് നമ്മൾ അടിച്ചു. പക്ഷേ കുറച്ച് പദമാണ് ആ സോപ്പ്. അപ്പോൾ അത് നമ്മളൊരു മരത്തിൻ്റെ ഒരു ഡൈ ഉണ്ടാക്കി അതിലടിച്ചിട്ട് ഇവർക്ക് സാമ്പിൾ കൊടുത്തപ്പോൾ ഇവർ സാറ്റിസ്ഫൈഡ് ആയി. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു, അവർ സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ നമുക്ക് ഒരു ധൈര്യമായി. അങ്ങനെ അവർ പറഞ്ഞു നിങ്ങൾ തുടങ്ങിയതാണ്. അപ്പോൾ ലൈസൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ലൈസൻസ് ഒന്നും എടുക്കാതെ കൊണ്ട് തന്നെ എങ്ങനെ തുടങ്ങുന്നൊക്കെയുള്ള ആലോചന നടത്തി. അപ്പോൾ ഈ കുഞ്ഞമ്മക്കായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പല സ്ഥലത്തും സോപ്പ് ഉണ്ടാക്കി തരുമെന്ന് അന്വേഷിച്ച് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലത്ത് ഒരു വൈദ്യർ സോപ്പ് ഉണ്ടാക്കുന്ന അവിടെയും വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം അന്നിനോട് പറഞ്ഞു ഞാനിതൊക്കെ പൂട്ടിപ്പോയി, എൻ്റെ വീട്ടിൽ ഇതിൻ്റെ സാമഗ്രികളൊക്കെ ഉണ്ട് എന്നിനോട് പറഞ്ഞു. ഞാൻ കൂട്ടി അവിടെ പോയി. അവിടുന്ന് കൊല്ലം ജില്ലയിൽ അവിടുന്ന് കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ അയാളെടുത്ത് നിന്ന് ആ സാമഗ്രികളൊക്കെ പർച്ചേസ് ചെയ്ത് ഒരു വണ്ടിയിൽ ആക്കി നമ്മൾ കൊണ്ടുവന്നു. അങ്ങനെ അത് ഒരു വാടക വീടെടുത്ത് അവിടെ സെറ്റ് ചെയ്തിട്ട് സോപ്പ് ഉണ്ടാക്കി. അദ്ദേഹവും ഞാനും എല്ലാം കൂടി ആയിട്ട് സോപ്പ് ഉണ്ടാക്കി സക്സസ് ആയി. 50 കാർട്ടൂൺ നമ്മൾ ആദ്യം എക്സ്പോർട്ട് ചെയ്തു. പിന്നെ അത് അങ്ങനെ പോയി 4 ഫ്രാഗ്രൻസ് സോപ്പായി. അത് പിന്നെ ഒരു 1.5 മാസത്തിലൊരു കണ്ടെയ്നർ സോപ്പ് യമനിലേക്കും ദുബായിലേക്കും ഒക്കെ അയക്കുന്ന തരത്തിലേക്ക് അത് വളർന്നു. ആ ഒരു സെപ്പറേറ്റ് ഒരു എല്ലാ ലൈസൻസും സംഗതിയായിട്ട് സെപ്പറേറ്റ് യൂണിറ്റായി അത് വന്നു. അങ്ങനെ ഒരു സെക്കൻഡ് അരണ്യ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു കമ്പനി നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്തു. സിസ്റ്റർ ആയുർവേദ വൈദ്യശാലയുടെ പുറമെ. പിന്നെ നമ്മൾ അരണ്യ ഫുഡ് ഡിവിഷൻ തുടങ്ങിക്കൊണ്ട് അതിൽ കുറേ ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്തു. ഇപ്പം സർബത്ത്, ചുക്ക് കാപ്പി തുടങ്ങി. പിന്നെ അതൊക്കെ നല്ല മാർക്കറ്റ്, നല്ല അപ്പോൾ FMCGയിൽ നമ്മൾ ഒരു 35ഓളം പ്രൊഡക്ട്സ് നമ്മൾ ആ സമയത്ത് ഡെവലപ്പ് ചെയ്തു. കരിഞ്ജീരക ഓയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. കേരളത്തിലെ ഫസ്റ്റിൽ നമ്മളാണ് ചെയ്തത്. അപ്പോൾ വളരെ ശുദ്ധമായ കരിഞ്ജീരകം എടുത്തിട്ട് അതിൻ്റെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് പിന്നെ അതെ അതിൻ്റെ വളരെ കൃത്യമായ ഒരു പിന്നെ ഇതിലത് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ക്വാളിറ്റിയാണ്. അപ്പോൾ ഞങ്ങൾ ഈ കരിഞ്ജീരകം എടുക്കുന്ന മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം അത് ഭയങ്കര സക്സസ് ആണ്. അപ്പോൾ ലീഡിങ് നമുക്ക് കേരളത്തിൽ നമ്മൾ തന്നെയാണ്. കരിഞ്ജീരകവും തേനോ പരസ്യം ഞാൻ കണ്ടു. അതെന്താണത്? കരിഞ്ജീരകവും തേനും മിക്സ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുക എന്നുള്ളതാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. നമ്മൾ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും. അപ്പോൾ പ്രതിരോധം കൂടുമ്പോൾ നമുക്ക് രോഗം വരാതിരിക്കും. പിന്നെ ഹദീസ് അതിന് ചിലർ ഉപയോഗിക്കലുണ്ട്. നമ്മളത് അങ്ങനെ പറയില്ല, ഒരു ഹദീസ് വെച്ചിട്ട് ഒരു കച്ചവടം ചെയ്യേണ്ടെന്നുള്ളത്. അപ്പം മരണമല്ലാത്ത എല്ലാത്തിനും ഷിഫ ഉണ്ടെന്ന് പറയുന്നതിൻ്റെ ഒരു വേർഷൻ എന്താ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത്രയും ഇമ്മ്യൂണിറ്റി, അതൊരു മെഡിസിൻ അല്ല, ഫുഡാണ്.
ആ ഫുഡായിട്ട് ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ അത് അത്ര റിസൾട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വന്നപ്പോൾ അതിന് ബൈ പ്രൊഡക്റ്റായിട്ട് അതിന് ഒരു ബ്ലാക്ക് സീഡ് ബാമും ബ്ലാക്ക് സീഡിൻ്റെ ഒരു ലിനിമെൻറ്റ് പെയിൻ റിലീഫിനുള്ളൊരു ഇതൊക്കെ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ഒരു 35ഓളം FMCG പ്രൊഡക്ട്സും നമ്മൾ ആ മേഖലയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തു. പിന്നെ നമ്മളെ വൈദ്യരെ ഒരു സപ്പോർട്ടിൽ നമ്മൾ അന്ന് തന്നെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നെ അത് ഡെവലപ്പ് ചെയ്തു. പിന്നെ നമ്മളെ കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹരിദാസൻ നമ്മളെ കൂടെ, ഹരിദാസ് സാറ്, അദ്ദേഹം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം പ്രായത്തിൻ്റെയും പിന്നെ മറ്റു ബുദ്ധിമുട്ടുകൊണ്ട് വന്നില്ല, കൊറോണയ്ക്ക് ശേഷം വരില്ല. എന്നാലും വിളിച്ചാൽ വരും, നല്ല കോൺടാക്ട്. നന്മണ്ട. അപ്പോൾ അതുപോലെ വളരെ പ്രശസ്തരായ ഡോക്ടേഴ്സൊക്കെ നമ്മളെ കൂടെ നിന്നുകൊണ്ട് നമ്മളൊരു ക്ലിനിക്ക്, ഹോസ്പിറ്റൽ, അവരൊക്കെ മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അവരൊക്കെ. ഇതിന് നമ്മൾ ചെറിയ കമ്പനി ആണെങ്കിൽ നമ്മളോട് താല്പര്യം കാണിക്കുന്നത്, നമ്മൾ ക്വാളിറ്റിയിൽ നമ്മൾ യാതൊരു വിട്ടുവീഴ്ച കോംപ്രമൈസ് നമ്മൾ ചെയ്തു. നമ്മൾ പിന്നെ വളരെ വലിയ ഒരു രീതിയിലുള്ള പ്രൊഡക്ഷനിലേക്ക് നമ്മൾ പോയിട്ടില്ല ആയുർവേദത്തിൽ. നമ്മളെന്നും ചെയ്ത് പറഞ്ഞാൽ വളരെ കൃത്യമായി ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് ട്രഡീഷണൽ മെത്തേഡിൽ വിറകടുപ്പിൽ പാകം ചെയ്തിട്ട് ചീനഭരണിയിൽ സ്ഫുടം ചെയ്തിട്ട് മണ്ണിൽ കുഴിച്ചിട്ടിട്ട് പഴയ രീതിയിലുള്ള അങ്ങനെ തന്നെയാണ് അത്. നമ്മൾ ഒരു ലാർജ് സ്കെയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഇതിന്റെ ഒരു ആവശ്യക്കാരെന്തായാലും ഉണ്ട്. മറ്റേത് തെറ്റായിട്ടല്ല, ഇതിന്റെ ഒരു ആവശ്യക്കാരെന്നും ഉണ്ട്. അവരെ സാറ്റിസ്ഫൈഡ് ചെയ്യുക. പിന്നെ ഇതിന്റെ ഒരു വളരെ തനിമയുള്ള ഒരു ആയുർവേദ മാനുഫാക്ചറിങ് വേണമല്ലോ. അപ്പൊ അത് നിലനിർത്താൻ നമുക്ക് മറ്റ് ബിസിനസ് കൂടി ഉള്ളതുകൊണ്ടാണ് അത് നിലനിന്ന് പോകുന്നത്. ഇത് മാത്രമാണ് നിലനിൽക്കുക. അല്ല, മറ്റു കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് വലിയ ലാഭം ഉണ്ടാവൂലേ? മറ്റു ബാക്കിയുള്ള കൊമേഴ്സ്യലായിട്ട് പോകണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. അതിപ്പം പിന്നെ ഗ്യാസിൽ കുക്ക് ചെയ്യണം, ഗ്യാസിന്റെ കുക്കറിൽ വെച്ചിട്ട് വേവിക്കണം. അതൊക്കെ ആകുമ്പോൾ നമ്മൾ 14 ദിവസം വെക്കേണ്ട സാധനം ഒരു ദിവസം കൊണ്ട് ആയിക്കിട്ടും. നമ്മള് വലിയ ചെമ്പിന്റെ പാത്രം നമ്മൾ ഉപയോഗിക്കുന്നത്, ചെമ്പ് പൂശിയിട്ട് ചെമ്പിന്റെ പാത്രങ്ങളാണ്. ഇപ്പൊ ചെമ്പാരും ഉപയോഗിക്കുന്നില്ല, എല്ലാവരും സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഈ ചെമ്പിന്റെ വൻകിടക്കാർ വരെ എല്ലാവരും സ്റ്റീലിലെ ഉപയോഗിക്കാൻ കഴിയും. അതെ, അത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അതൊരു മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ പറയുന്നില്ല. ആ ഉപയോഗിക്കുന്ന സംഗതി അത് അങ്ങനെ ഉപയോഗിച്ചാൽ കൊമേഴ്സ്യലായിട്ട് അതാണ് ലാഭം. പക്ഷെ നമ്മൾ അതിൽ കാണുന്നത് ഇത് ആളുകളെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും ഈ ഒരു പാരമ്പര്യമായി ഉള്ള ഒരു അറിവും ഇതൊക്കെ നിലനിന്ന് പോകേണ്ടതുണ്ട്. ഇത് ശരിക്കും കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതൊരു മ്യൂസിയം പോലെയാണ്. ഇത് കാണാൻ അന്യം നിന്ന് പോയ സാധനം കാണാനെങ്കിലും വന്നാൽ നമുക്ക് അപ്പൊ അത്രത്തോളം വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. ആര് വന്ന് കണ്ടാലും ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ട് അത് വിദ്യാർത്ഥികളൊക്കെ വരലുണ്ട്. പിന്നെ നമ്മളെ കസ്റ്റമേഴ്സ് അല്ലാത്ത ആളുകൾ കേട്ടറിഞ്ഞ് വന്നിട്ടൊക്കെ പലരും വരലുണ്ട്. അത് നിങ്ങൾക്ക് വലിയൊരു അഭിമാനമാണല്ലോ. അതെ, ഈ അഭിമാനങ്ങളൊക്കെ ബാക്കിയാവുന്നുള്ളൂ. അതിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമ്മൾ ഈ ഒരു ബിസിനസിന്റെ പല ഘട്ടങ്ങളും കഴിഞ്ഞു വരും. ഭയങ്കര സുഖകരമായ വളരെ ക്രൈസിസ് വന്നിട്ട് നമ്മൾ വീണിപ്പോൾ കടന്നു പോയ സമയങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികൾ വന്നിട്ട് ഇപ്പം നോട്ട് നിരോധന സമയത്തൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ, GST ഇഷ്യൂസ്, അതൊക്കെ വന്നപ്പോൾ നമുക്ക് പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ മാർക്കറ്റ് വിപുലീകരണത്തിൽ വന്ന പ്രശ്നങ്ങൾ, പിന്നെ നമ്മളായ രീതിയിലാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ പല ആളുകളെയും കൺസൾട്ട് ചെയ്യും നമ്മൾ. ആ കൺസൾട്ടേഷനൊക്കെ എടുക്കും, പാളിപ്പോവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ ആരടുത്തും ഞാൻ പാരമ്പര്യമായിട്ട് എൻ്റെ വാപ്പൊക്കെ ബിസിനസ്സുകാരനാണെങ്കിലും ഞാൻ ജനിക്കുമ്പോൾ വാപ്പ ബിസിനസ് നിർത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടിമ്പറായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ എനിക്കൊരു എക്സ്പീരിയൻസ് എനിക്കില്ലായിരുന്നു. ഇപ്പം സ്വയം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു അറിവെന്നാണ് നമ്മൾ. പക്ഷെ നമുക്ക് ഒരൊറ്റ ചിന്തയാണ് എന്നെ നയിച്ചത്. നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത് ക്വാളിറ്റിയിൽ ഉള്ള സാധനം കൊടുക്കും, അതിലൊരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. പിന്നെ ചെയ്യുന്ന അന്ന് 91 എല്ലാവരും ഗോൾഡ് ബിസിനസ്സിലേക്ക് പോകുന്നൊരു സമയം, എല്ലാവരും ഗോൾഡ് ട്രെൻഡ് തുടങ്ങുന്ന സമയം. ആ സമയത്താണ് ഞാൻ, അപ്പം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളെ നാട്ടുകാർ ഒരുപാട് ഗോൾഡിലുള്ള. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനത്തെ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സംഗതിക്ക് കുറച്ചുകൂടി പിന്നെ ആളുകൾക്ക് പിന്നെ ഉപകാരം കിട്ടുന്ന ഒരു സംഗതി ചെയ്യണം എന്നുള്ളവർക്കും അത് വളരെ ക്വാളിറ്റിയിൽ ചെയ്ത് ആളുകളെ ആരോഗ്യപരമായ സംഗതിക്കും ഹെൽത്തിനൊക്കെ ഗുണം കിട്ടുന്ന സാധനം ചെയ്യണം നിന്റെ മനസ്സിൽ ആദ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോയത്. അതെ, അതുകൊണ്ട് നിങ്ങൾക്ക് കുറെ ക്വാളിറ്റി ഉള്ള കസ്റ്റമേഴ്സ് മാത്രമല്ല, ക്വാളിറ്റി ഉള്ള വലിയ വലിയ ആളുകളും നിങ്ങൾക്ക് ബന്ധം ഉണ്ടായില്ല? തീർച്ചയായിട്ടും നല്ല ബന്ധങ്ങളാണുള്ളത്. നല്ല ബന്ധവും പിന്നെ ഒരുപാട് ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ക്രൈസിസിൽ ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നും നമ്മൾ പിടിച്ചേക്കുന്നത്. ഏത് സ്ക്വാഡ്രൺ ലീഡറൊക്കെ
നിങ്ങളെ പറ്റി പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം വന്ന് അത് ഞങ്ങള് പിന്നെ അതിലേക്ക് ഞാൻ വരാം. ഒരു ചെതലിന്റെ മെഡിസിൻ നമ്മൾ ചെതലിന്റെ അതൊക്കെ വളരെ രസകരമായ ഒരു ടേണിംഗ് ആണ്. അത് വലിയൊരു ഇന്നോവേഷൻ ആണല്ലോ ചെതല്. അതെ, വ്യത്യസ്തമായ ഒരു സാധനത്തിലേക്ക് പോവാന്നുള്ളത്. അപ്പൊ ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ ഇതൊക്കെ റൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ക്വാളിറ്റി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. ഈ നോട്ട് നിരോധന സമയത്തുണ്ടായ ക്രൈസിസ് എല്ലാവർക്കും വന്നല്ലോ. ആ ബിസിനസ് സമയത്ത് നമുക്ക് 2 എക്സ്പോർട്ടിൽ വലിയ വലിയ എക്സ്പോർട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ 2 ഫുൾ കണ്ടെയ്നറിൻ്റെ പ്രശ്നം വന്നപ്പോൾ നമ്മൾ കുറ്റം കൊണ്ടല്ല, വേറൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. അത് പിന്നെ കുറേ ഡിലേ വന്നപ്പോൾ എക്സ്പയർ ഡേറ്റിൻ്റെ നിയർ ആയി പോയപ്പോൾ ഒരു വലിയൊരു എമൗണ്ട് നമുക്ക് പോയി. അപ്പം എന്നെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾക്കൊക്കെ അതുകൊണ്ട് പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും. കാരണം നമ്മൾ പിന്നെ ഇതിലൊക്കെ ഫൈനാൻഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കുണ്ട്. പിന്നെ നമ്മൾ ഒന്ന് LLP കമ്പനി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ വന്നേ പിന്നെ ഇതിൽ നമുക്ക് വളരെ പ്രയാസം ഉണ്ടായി. അപ്പോൾ ഒരു കുറേ നീണ്ട സമയത്ത് ആ സമയത്തും നമ്മൾ തീരുമാനം ഒരു അണുകിട ക്വാളിറ്റിയിൽ പിന്നെ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്നുള്ള ഇതിൽ നമ്മൾ പിടിച്ചു നിന്നു. വർഷങ്ങളോളം നമ്മൾ പിടിച്ചു നിന്നു. അതെങ്ങനെ സ്ട്രഗിൾ ചെയ്തു. 4-5 വർഷം ഉണ്ട്. അപ്പൊ അതില് നമ്മൾ തൊഴിലാളികളൊക്കെ നമ്മളോട് സഹകരിച്ചു. വളരെ ഫാമിലിയാണ്, നമ്മൾ ഫാമിലി സെറ്റപ്പിലാണ് അവിടെ. എങ്ങനെയാണ് തൊഴിലാളികളെ അങ്ങനെ സഹകരിപ്പിക്കാൻ പറ്റിയത്? വളരെ നാട്ടിലുള്ള ഒരുപാട് ആളുകളാണ് നമ്മൾ കൂടെ ഉള്ളത്. ഇപ്പൊ ആളുകൾ പറയാം തൊഴിലാളികൾ എപ്പോഴും എതിരാണ്, നമ്മുടെ ഓണേഴ്സിനെതിരാണ്, സംരംഭകർ പണി ആത്മാർത്ഥത ഇല്ല, അവർ കൂറുണ്ടാവില്ല, എന്ത് നിങ്ങൾ ചെയ്താലും അവർ തിരിച്ച് പാല് കൊടുക്കുന്നത് മൂർഖനാണെന്ന് അങ്ങനെയൊക്കെ കുറേ അങ്ങനെയൊക്കെ പിന്നെ ഇപ്പോഴത്തെ കാലത്തൊക്കെ കുറേയൊക്കെ പുതിയ ജനറേഷനിലൊക്കെ ഉണ്ടാവും. നമ്മൾ തുടങ്ങിയ സമയത്തൊക്കെ ഉള്ള വൈദ്യർ മുതൽ അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിലൊക്കെ ഉള്ള ഒരു ശങ്കരമാരൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ വരെ എല്ലാവരും അവിടെ വരും. ഞാൻ ഒരാൾക്ക് പണി റിട്ടയർമെൻ്റ് ഇല്ല, പണിയെടുക്കാൻ പറ്റില്ല, വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും, അവിടുന്ന് പണിയെടുപ്പിക്കും. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഗുളിക പിന്നെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്മൾ 1-ാം തീയതിയുള്ള ഒരു ആവശ്യമുണ്ട്. അവർക്ക് വരാൻ പറ്റാത്ത സമയമാണ്. ഇതുകൊണ്ട് ഇപ്പോൾ കാലൊക്കെ അവർക്ക് വീട്ടിൽ ഇത് പണിയെടുക്കാനുള്ളൊരു ഇത് കൊടുക്കും, ഒരു എൻഗേജ്മെന്റ് അവർക്ക്. അങ്ങനെ നമ്മൾ ആ കോണ്ടാക്ട് ഒക്കെ അത്രയും ആളുകളായിട്ട് ഇത് ചെയ്ത്. പിന്നെ ഒരുപാട് ആളുകൾ കയറി ഇറങ്ങിപ്പോയ സ്ഥാപനമാണ്. പിന്നെ വിവാഹം കഴിച്ചാൽ പോകും, വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ ഒരുപാടുണ്ടായിരുന്നു. അവർക്ക് വിവാഹം സപ്പോർട്ട് ചെയ്യും, ഒരു വീടിന്റെ സംഗതികൾക്ക് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ വളരെ മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ട് പിന്നെ വളരെ അവിടുന്ന് തന്നെ ഒരു ഫുഡ് നമ്മൾ അവിടുന്ന് ഉണ്ടാക്കും. എല്ലാവർക്കും ഫ്രീ ഫുഡാണ്, അത് ഇഷ്ടം പോലെ കഴിക്കാം. അപ്പം അത് ആ സമയത്തൊക്കെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ അതൊക്കെ വലിയൊരു ഇതായിരുന്നു ആളുകൾക്ക്, വലിയൊരു. അപ്പം ആ അറ്റാച്ച്മെന്റ് ഉള്ള ആളുകൾ ഇന്നും നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് 6 മാസം വരെയൊക്കെ സാലറി പെൻഡിങ് ആയിപ്പോയി ആ ടൈമിൽ. അവരൊക്കെ അത് സഹിച്ചുകൊണ്ട് അതും പാവപ്പെട്ടവരാണ്. അതൊക്കെ നമ്മളോട് വളരെ സഹകരിച്ചു. മറക്കാനാവാത്ത ഒരു സംഭവം. അതെ, വളരെ 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 സെന്റിമെന്റ്സ് ആണ് അവരൊക്കെ ആണ് ഇതിന്റെ പിന്നിൽ ഓരോ സെക്ഷനിലുള്ള. അപ്പോൾ ഇപ്പൊ എല്ലാം സിസ്റ്റമാറ്റിക് ആണ്. ഓരോ സെക്ഷനും മാനേജേഴ്സും ഓരോ സംവിധാനങ്ങളും ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ നിങ്ങൾ ഫ്രീ ആയി തുടങ്ങി. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എടുക്കേണ്ട മാത്രം കാര്യങ്ങളിലേക്ക്. അതെ, നമുക്ക് വളരെ ശരിക്കും അത് ഒരു ഇവിടെ ഇപ്പം എനിക്ക് വാട്സപ്പിലൂടെ ഓരോ ഗ്രൂപ്പ് ഉണ്ട്. അപ്പം പ്രൊഡക്ഷൻ ആണെങ്കിലും ഫില്ലിംഗ് സെക്ഷൻ ആണെങ്കിലും പാക്കിംഗ് സെക്ഷൻ ആണെങ്കിലും പർച്ചേസ് ആണെങ്കിലും ഒക്കെ ഗ്രൂപ്പുകളായതുകൊണ്ട് നമുക്ക് അപ്പം അപ്ഡേഷൻ ഡെലിഗേഷൻ അപ്പൊ ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധം ഞാൻ കാണിക്കും. വളരെ കഷ്ടപ്പെട്ടു. അതെ, വളരെ അതെ. അപ്പൊ അതിന്റെ ഒരു ഇതാണ് ഈ പിന്നെ ഇപ്പൊ നമുക്ക്